നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അവൻ വന്നതിന് ശേഷം ഞാൻ സംസാരിച്ചോളാം. ഭാഗ്യം, അത്രയെങ്കിലും പറഞ്ഞല്ലോ. ദേ പ്രതാപേട്ട, അഭി എന്റെ മോനാ. അവനെ ഒരിക്കലും എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ വാശിയും ദേഷ്യവും ഒക്കെ എല്ലാവർക്കും കാണും. എല്ലായിടത്തും കാണും, പക്ഷേ ഇവിടെ അത് ഇത്തിരി കൂടുതലാണെന്ന് മാത്രം. പിന്നെ അഭി എവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി മനഃപൂർവ്വം ശ്രീപ്രിയ ഇവിടുന്ന് മാറ്റിയതാണെങ്കിൽ അതും പറയണം. കാരണം നിന്റെ ഏട്ടൻ അല്പം വക്രബുദ്ധി കൂടുതലാ. ഇതുപോലെ അളിയൻ ലോകത്താർക്കുണ്ടാവില്ല. എന്റെ ഏട്ടന് സർട്ടിഫിക്കറ്റ് ഇടാതെ പോയി അഭിയെ വിളിച്ചോണ്ട് വരാൻ നോക്ക്. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ഒരുപാടുള്ളതാ. ഓക്കെ, ഇനി ഞാനായിട്ട് നിന്റെ മോളുടെ കല്യാണത്തിന് തടസ്സം നിന്നു വേണ്ട. എന്തോ എന്റെ മാത്രം മോളാണോ അരുന്ധതി? അല്ല, നിന്റെ പെരുമാറ്റം കാണുമ്പോഴേ ഞാനേതോ വഴിപോക്കനാന്ന് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. പ്രതാപേട്ട, വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ എന്ത് വെറുതിരിവ് കാണിച്ചെന്നാ? നീ ഒന്നും കാണിച്ചില്ലേ? അല്പം മുമ്പ് ജോത്സ്യന് മുഹൂർത്തം കുറിച്ച് വന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഒരു പ്രതിഭ കണക്ക്. വെറുതെ ഞാനായിട്ടൊരു പ്രശ്നം വേണ്ടെന്ന് വെച്ചാ ക്ഷമിച്ചത്. ഒരു കല്യാണമോ വീട്ടിൽ വരാൻ പോകുന്നത്. ഇപ്പോഴെങ്കിലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനൊരു ബഫൂണായി മാറും. ഇനി ഞാൻ പോയി വിളിക്കാഞ്ഞിട്ട് നമ്മുടെ മോനെ നീ ഒറ്റപ്പെടുത്തണ്ട. ജോത്സ്യൻ വന്ന് മുഹൂർത്തം കുറിക്കുന്നതിന് മുൻപ് ഭാവനയുടെ വീട്ടിലേക്കൊന്ന് പോണം ദേവേട്ട. ഗായത്രിയോടും മറ്റുള്ളവരോടും ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ? അതൊക്കെ നീ തന്നെ സംസാരിച്ചാ മതി. കൂടെ ഞാൻ വരണമെങ്കിൽ വന്നോളാം. ദേവേട്ടൻ തന്നെ വരണം, അല്ലാതെ സൂര്യയെ കൊണ്ട് പോവാൻ പറ്റില്ലല്ലോ. സൂര്യൻ കൂടെ വരുമായിരുന്നു, ഭാവന അവിടെ ആയിരുന്നെങ്കിൽ അല്ലേ സൂര്യ? ഇനി അവിടെ പോയി എന്താ അമ്മേ സംസാരിക്കാനുള്ളത്? ഈ കല്യാണം നടത്തുന്നത് തന്നെ എനിക്കും ഭാവനയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചെന്നേ ഉള്ളൂ. എന്റെ കല്യാണം ഒരിക്കലും അമ്മ കാരണം മുടങ്ങിയതാ. അതിന്റെ എല്ലാം നഷ്ടം നികത്തി വേണം ഈ കല്യാണം നടത്താനെന്ന ജയയുടെ തീരുമാനം. പിന്നെ ഭാവനയുടെ വീട്ടിൽ പോയി സംസാരിക്കുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അമ്മയുടെ ഇഷ്ടം പോലെ. ആരൊക്കെയാ പോകുന്നത്? ഞാനും നിന്റെ അമ്മയെ മാത്രമേ പോകുന്നുള്ളൂ. തൽക്കാലം ഇപ്പൊ അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. മനസ്സും കൂടി പോകുന്നെങ്കിൽ പോവും. അത് വേണ്ട. കുടുംബത്തിലെ കാരണവന്മാരുടെ ഇടയിലേക്ക് നമ്മൾ യുവതലമുറ മാറി നിൽക്കുന്നതാ നല്ലത്. നമ്മളെ ആവശ്യമുള്ളപ്പോ അവരായിട്ട് വിളിക്കും, അപ്പൊ പോയാ മതി. ആ, നിനക്ക് കാര്യം അറിയാം. എന്നാലും വിളിച്ചില്ലെന്ന് വേണ്ട, നീയും കൂടി പോരുന്നോ? വേണ്ട ആന്റി, എണ്ണത്തിൽ നോക്കിയാലും 2 നമ്പറാണ് ഐശ്വര്യം. അത് നേരാ. എന്നാ പിന്നെ നിങ്ങൾ പോയാ മതി. പെട്ടെന്നൊരു കല്യാണം നടത്തുകയെന്ന് പറഞ്ഞാ നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. അത് നമ്മളും മനസ്സിലാക്കണ്ടേ? ഇനിയൊരു കല്യാണം നടക്കാൻ എനിക്ക് വേറെ മക്കളൊന്നുമില്ല. അതുകൊണ്ട് നാടറിയെ തന്നെ ഞാൻ ഈ കല്യാണം നടത്തും. ആന്റി, ഭാവനയുടെയും സൂര്യയുടെയും ഡ്രസ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്യട്ടെ? എന്തു പറയുന്നു? അത് അവരോട് തന്നെ ചോദിക്കും, എന്നെ വിട്ടേക്ക്. സൂര്യ എന്തു പറയുന്നു? മാനസയുടെ ഇഷ്ടം. ഇനി നിന്റെ ആഗ്രഹം ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഓക്കെ ഭാവന, നോക്കിക്കോ, നല്ല ഒന്നാന്തരം ഡിസൈൻ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കാണാലോ. കാണാനൊന്നും ഇല്ല സൂര്യ, ഇത് ഞാൻ പൊളിക്കും. എനിക്ക് മതി, ഇനി നീ കഴിക്ക. ഒരിക്കലും നിന്റെ അമ്മയെ തിരുത്താൻ പറ്റില്ല മോനെ. അത്രമാത്രം വെറുപ്പാ മാമിയോടും അവളുടെ കുടുംബത്തോടും. എടാ മോനെ, ഇപ്പൊ തന്നെ നിന്നെ പോലും മറന്ന നിന്റെ അമ്മ അരുന്ധതിയുടെ കല്യാണം തീരുമാനിച്ചതും മുഹൂർത്തം കുറിച്ചതും. അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞത്. അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തട്ടെ. അത് പാടില്ല മോനെ. നമ്മുടെ പല്ലിയുടെ കുത്തി മറ്റുള്ളവരെ നാറ്റിക്കുന്ന എന്തിനാ? നിന്റെ അമ്മയ്ക്കിപ്പം അനിമാമൻ പറയുന്ന വേദവാക്യം. അങ്ങേരൊറ്റ ഒരുത്തം കാരണം നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നേ. എല്ലാത്തിനും പിന്നിലും നിന്റെ അമ്മയാണല്ലോ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു അഭിനയം. അതാരും അറിയില്ലെന്നാ നിന്റെ അമ്മയുടെ ധാരണ. അച്ഛാ, സത്യം പറഞ്ഞ് എനിക്ക് മതിയായി. ഓരോ കുടുംബത്തിലും അമ്മ തന്നെയാ ദൈവം. പക്ഷെ അതൊരിക്കലും എന്റെ അമ്മയാവില്ല. അതിനുള്ള ഒരു അർഹത അമ്മയ്ക്കില്ല. അച്ഛാ, അമ്മ ഒരാൾ മാത്രം വിചാരിച്ചാൽ മതിയച്ചാ നമ്മുടെ കുടുംബ സ്വർഗമാകാൻ.
പക്ഷെ അമ്മ വിചാരിക്കത്തില്ല. ഞാനും അച്ഛനും വീട്ടിലുള്ളപ്പോൾ അമ്മയ്ക്ക് ഒരു മുഖവും നമ്മൾ വീട്ടിലില്ലാത്തപ്പോൾ അമ്മയ്ക്ക് മറ്റൊരു മുഖമാണെന്ന് അരുന്ധതി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ അച്ഛാ? ഭാമയെ ഇനി എൻ്റെ ഭാര്യയായിട്ട് അമ്മ അംഗീകരിക്കാൻ പോകുന്നില്ല അച്ഛാ. അല്ലെങ്കിൽ അച്ഛൻ നോക്കിക്കോ, അരുന്ധതിയുടെ കല്യാണം കഴിയേണ്ട താമസം അമ്മ വീണ്ടും ശ്രീപ്രിയെ എൻ്റെ തലയെ കെട്ടിവെക്കാൻ നോക്കും. അത് നിന്റെ അമ്മ മാത്രം വിചാരിച്ച പോരല്ലോ, നീയും ഞാനൊക്കെ സമ്മതിക്കണ്ടേ? അച്ഛാ, അരുന്ധതിക്ക് വേണ്ടി അമ്മ കണ്ടുപിടിച്ച പയ്യനെ കുറിച്ച് അച്ഛനെന്തെങ്കിലും അറിയോ? എല്ലാം നിന്റെ അനിമാമിന്റെ ഏർപ്പാടാണെങ്കിലും ഞാനും രഹസ്യമായി ഒന്ന് അന്വേഷിച്ചു. കുടുംബം നല്ലതാ. അച്ഛാ, അത് വീട് കുടുംബം വിട്ടേക്ക്. പയ്യൻ എങ്ങനുണ്ട്? അച്ഛാ, അരുന്ധതി വെറും ഒരു പാവം. അവള് നാളെ കണ്ണീര് കുടിക്കേണ്ടി വരരുത്. അതൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല മോനെ. കാരണം ഭരതും അരുന്ധതിയും തമ്മിലുള്ള റിലേഷനെ കുറിച്ചൊക്കെ അനിരുദ്ധൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പണം മോഹിച്ച് വരുന്നവരാണെന്ന് അർത്ഥം. ഉറപ്പായും. അല്ലെങ്കിൽ ഒരിക്കലും പെണ്ണിന്റെ ഇഷ്ടം നോക്കാതെ അവര് സമ്മതിക്കില്ലല്ലോ. അച്ഛന്റെ അഭിപ്രായം അച്ഛന് പറയാൻ പാടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞതാണല്ലോ. അവളുടെ പഠിത്തം കഴിയിട്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും നിന്റെ അമ്മയല്ലേ കേൾക്കാത്തത്. ഇനി നമ്മളായിട്ടൊരു തടസ്സം നിൽക്കണ്ട. അറിയാലോ, സ്വന്തം തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി അവൾ ഏതറ്റം വരെയും പോവും. വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തിനാ? എന്തായാലും പയ്യന് കുടുംബം കൊള്ളാവുന്നുണ്ട്. ആ കാര്യത്തിൽ നമുക്കൊരു ടെൻഷൻ വേണ്ട. അച്ഛൻ പറയുന്ന പോലെ ഭരത്തിന്റെ പേരും പറഞ്ഞ് നാളെ അരുന്ധതിയെ ഉപദ്രവിക്കത്തില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണല്ലോ എല്ലാവരോടും തുറന്നു പറഞ്ഞത്. എനിക്ക് അത്ര നല്ല ബന്ധമായിട്ട് തോന്നുന്നില്ല. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ നിന്റെ അമ്മ ഭാമിയോടും ഭാവനയോടും ഉള്ള വാശിപ്പുറത്ത് ചെയ്യാന്ന് ഞാൻ പറയും. അരുന്ധതി കൂടി ആ കുടുംബത്തിലേക്ക് പോയാൽ എന്താവുമെന്ന് നിന്റെ അമ്മ ഭയപ്പെടുന്നുണ്ട്. നിന്റെ അമ്മ തന്നെയാ ആ ബന്ധം വഷളാക്കിയത്. എന്നിട്ട് കുറ്റം മുഴുവൻ നമുക്കും. ഇപ്പം അച്ഛന്റെ തീരുമാനം എന്താ? ഞാൻ അതുപോലെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മളായിട്ടൊരു തടസ്സം നിൽക്കണ്ട. നീ ആദ്യം വീട്ടിലേക്ക് വാ. എന്റെ അഭിപ്രായം എന്തായാലും ഞാൻ പറയൂ അച്ഛാ. എന്താന്ന് വെച്ചാൽ അമ്മ തീരുമാനിക്കട്ടെ. ഞാനൊന്നും പറയാതിരുന്ന നാളെ ഒരു സമയത്ത് നിനക്കെന്താ ഒന്നും പറഞ്ഞുകൂടായിരുന്നു എന്ന് എന്നോട് ചോദിക്കൂ. അതൊക്കെ നീ എന്താന്ന് വെച്ചാൽ അയക്കൂ. എന്നാ പിന്നെ അച്ഛൻ പൊക്കോ. എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണണം. എന്നിട്ട് ഞാൻ വന്നേക്കാം. ശരി മോനെ. ഭാമേ, അബി എവിടാ? ഞാൻ സിറ്റിയിലുണ്ട്. എന്താ? നാളെ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോവേണ്ട ദിവസാ. അബിക്ക് ഒന്നിങ്ങോട്ട് വരാൻ പറ്റുമോ? അതോ ഞാൻ അമ്മയും കൂട്ടി പോകണോ? ഞാൻ ഇന്ന് വൈകുന്നേരം പറയാം. അല്ലെങ്കിൽ ഞാൻ തന്നെ വരാൻ നോക്കാം. ഓക്കെ. നിനക്കവിടെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല അബി. അബി അടുത്തില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. നമ്മള് ഇങ്ങനെയൊന്നും അല്ലല്ലോ ആഗ്രഹിച്ചിരുന്നത്. ഒക്കെ ശരിയാവും. എൻ്റെ മനസ്സ് പറയുന്നു തൻ്റെ ഡെലിവറി കഴിയുമ്പോഴേക്കും എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. എന്റെയും പ്രതീക്ഷ അത് തന്നെയാ. ഭാവനേച്ചിയെ വീണ്ടും വന്ന് സൂര്യേട്ടൻ കൊണ്ടുപോയല്ലേ? ഭാവനേച്ചിക്കിപ്പോ സൂര്യേട്ടനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്നായി. സംസാരശേഷി തിരിച്ചു കിട്ടിയതുപോലെ ഒരു ദിവസം ഭാവനേച്ചി പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരും. താൻ നോയിക്കോ. ഓക്കെ, ഞാൻ വൈകിട്ട് വിളിക്കാം. പറ്റിയ നമുക്ക് ഒരുമിച്ച് നാളെ ഹോസ്പിറ്റലിൽ പോവാം. ശരി അബി. ഓക്കെ ഭാമ.